ഹായ്, നമ്മളിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് റിലേഷൻ ഫങ്ഷൻസിലെ 4ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ 3 ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ എന്തോന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിച്ചു. അപ്പം നെക്സ്റ്റ് ഫങ്ഷൻ എന്തോന്ന് പഠിക്കാം. നമുക്ക് ഫങ്ഷൻ ഓൾറെഡി +1 പഠിച്ചതാണ്. +2 പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് 4 ആരോ ഡയഗ്രാമുള്ള പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഫിഗർ 1 ആദ്യത്തെ ഫങ്ഷനെ ഡിനോട്ട് ചെയ്യും, ഫിഗർ 2 രണ്ടാമത്തെ ഫങ്ഷനെ, ഫിഗർ 3 മൂന്നാമത്തെ ഫങ്ഷന്, ഫിഗർ 4 4 ഫങ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് 4 തരം ഫങ്ഷൻസ് ആണുള്ളത്. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ 4 ടൈപ്സ് ഓഫ് ഫങ്ഷൻ ഉണ്ട്. ഒന്ന് 1 1, 2 many to 1, 3 on to, 4 into. സോ ഇങ്ങനെ 4 മെയിൻ ഫങ്ഷൻസ് ഉണ്ട്. ഇത് ബൈജക്റ്റീവ് ഫങ്ഷൻ. സോ ഈ 4 എണ്ണം പഠിച്ചാൽ ഇത് എളുപ്പമായിരിക്കും. സോ നമുക്ക് 4 ടൈപ്സ് ബേസിക് ഫങ്ഷൻസ് ഉണ്ട്, 5th ബൈജക്റ്റീവ്. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഫങ്ഷൻ എന്തുവാന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പോകാം. +1 പഠിച്ചാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ഷനും, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം ഒരു ഫങ്ഷനായിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോലീസ് സ്റ്റേഷൻ എടുത്താൽ ഇതിനൊരു ഫങ്ഷനുണ്ട്. സിമിലർലി ഒരു പോസ്റ്റ് ഓഫീസ് എടുത്താൽ അതിനൊരു ഫങ്ഷനുണ്ട്. ഇത് രണ്ടും ഓവർലാപ്പ് ഒരിക്കലും ആവത്തില്ല. പോലീസ് സ്റ്റേഷൻ ഒരിക്കലും പോസ്റ്റ് ഓഫീസിന് ഫങ്ഷൻ ചെയ്യത്തില്ല, പോസ്റ്റ് ഓഫീസുകാർ ഒരിക്കലും പോലീസ് സ്റ്റേഷന് ഫങ്ഷൻ ചെയ്യത്തില്ല. സോ ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തി പറഞ്ഞിട്ടുണ്ട്, അതാണ് ചെയ്യേണ്ടത്. സോ അതേപോലെ ഫങ്ഷനും ഓരോന്നിനും ഓരോ പ്രവൃത്തി പറയുന്നുണ്ട്, അത് മാത്രമേ അത് ചെയ്യാവൂ. നെക്സ്റ്റ് ഫങ്ഷനിലേക്ക് കയറുന്നതിനെ പ്രീ ഇമേജ് എന്ന് പറയും. ഫങ്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു തരുന്നതിനെ ഇമേജ് എന്നും പറയും. ഫങ്ഷനിലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫങ്ഷനിലോട്ട് നമ്മൾ കൊടുക്കുന്നതിനെ പ്രീ ഇമേജ് എന്നും, ഫങ്ഷൻ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു തരുന്നതിനെ ഇമേജ് എന്നുമാണ് പറയുന്നത്. സോ ഇതാണ് ബേസിക് ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്, നമ്മൾ ഒരു ഫങ്ഷൻ, അതായത് ഒരു ഫങ്ഷനിലോട്ട് കൊടുക്കുന്ന പ്രീ ഇമേജിന് ഒറ്റ ഒരു ഇമേജേ പാടുള്ളൂ. അതായത് ഒരു ഫങ്ഷന് ഒരു കാരണവശാലും 2 ഇമേജ് വരാൻ പാടില്ല. ഒരു ഫങ്ഷന് ഒരു ഇമേജ്. നമ്മൾ മുമ്പത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. പോലീസ് സ്റ്റേഷൻ എടുത്താൽ ഇതിനൊരു ഫങ്ഷൻ ഉണ്ട്, ഒരു പ്രോസസ്സുണ്ട്, ഇത് ചെയ്യേണ്ട പ്രവൃത്തിയുണ്ട്. ഇതിനകത്തോട്ട് 2 തരം ആൾക്കാരായിരിക്കും പോകുന്നത്. ഒന്ന് സിവിലിയൻ, ഇനിയൊരാൾ ക്രിമിനൽ. സോ ഈ സ്റ്റേഷനിലോട്ട് പോയാൽ ഒന്നി പരാതി കൊടുക്കാനോ അല്ലാതെ പരാതിക്കാരനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ഈ 2 കേസായിരിക്കും ഇതിനകത്ത് വരും. തിരിച്ച് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഈ 2 ഓപ്ഷൻസ് ഇല്ലേ, ഒന്നിൽ ജയിലിൽ പോകും അല്ലെങ്കിൽ തിരിച്ചു വിടും. ഈ 2 ഓപ്ഷനിൽ സിവിലിയൻ അകത്തോട്ടൊരു കംപ്ലൈൻറ്റുമായിട്ട് പോയാൽ അയാളുടെ മുമ്പിൽ റിസൾട്ട് 2 ഉള്ളൂ. ഒന്നിൽ അയാളെ അകത്തിടും അല്ലെങ്കിൽ തിരിച്ചു വിടും. ഈ 2 ഒരുമിച്ച് നടക്കത്തില്ല. സിമിലർലി ക്രിമിനലിനെ കൊണ്ടുവരുവാണെങ്കിൽ അയാളെ ചോദ്യം ചെയ്തിട്ട് ചിലപ്പോൾ ജയിലിലിടാം അല്ലെങ്കിൽ തിരിച്ച് വാർണിംഗ് കൊടുത്തിട്ട് തിരിച്ചു വിടാം. സോ അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു സിവിലിയന് അല്ലെങ്കിൽ ഒരു പ്രീ ഇമേജ് അകത്തോട്ട് പോയാൽ പ്രോസസ്സായി കഴിഞ്ഞാൽ ഒറ്റ ഇമേജേ വരാവും, 2 ഇമേജ് ഒരിക്കലും വരത്തില്ല. ഇതാണ് റിലേഷനും ഫങ്ഷനും തമ്മിൽ ബേസിക് ഡിഫറൻസ്. റിലേഷന് ഒരു പ്രീ ഇമേജിന് എത്ര ഇമേജ് വേണമെങ്കിലും വരാം, പക്ഷേ ഫങ്ഷന് ഒരു പ്രീ ഇമേജിന് ഒറ്റ ഇമേജേ ഉള്ളൂ. സോ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. സോ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ഫങ്ഷനിലോട്ട് ഒരു പ്രീ ഇമേജിനെ കൊടുത്താൽ അത് ഒറ്റ ഇമേജ് തിരിച്ചു തരത്തുള്ളൂ. മൂന്നാമത്തത് ഡൊമൈനിലുള്ള എല്ലാ എലിമെൻറ്റും ഫങ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് ഫങ്ഷനിൽ ഏറ്റവും നിർബന്ധമായിട്ട്. ഒന്ന്, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ്. 2, ഫങ്ഷനിൽ ഒരു പ്രീ ഇമേജിന് ഒറ്റ ഇമേജ് വരത്തുള്ളൂ. 3, ഫങ്ഷനിൽ ഡൊമൈനിലുള്ള എല്ലാ എലിമെൻറ്റും ഫങ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതാണ് ഫങ്ഷൻ. ഈ ഫങ്ഷനിൽ നോക്കി ഒരു പ്രീ ഇമേജിന് ഒരു ഇമേജ്, ഒരു പ്രീ ഇമേജിന് ഒരു ഇമേജ്, ഒരു പ്രീ ഇമേജിന് ഒരു ഇമേജ്, ഇങ്ങനെ വരാം.
ഇവിടെ നോക്കി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇത് ക്ലിയർ ആണ്. നോക്കി, ഒരു പ്രീ ഇമേജ് ഉള്ളൂ, അതിനൊരു ഇമേജ് ഉണ്ട്. പക്ഷേ ഇമേജ് സെയിം ആവാം, അതിനകത്ത് വിഷയമൊന്നുമില്ല. പക്ഷേ ഒരു പ്രീ ഇമേജിന് ഒറ്റ ഇമേജ് വരാവും. 1-ന് ഇനി ഒരു ഇമേജ് ഉണ്ടോ? ഇല്ല. സിമിലർലി 2-ന് വേറെ ഒരു ഇമേജ് ഉണ്ടോ? ഇല്ല. 3-ക്ക് വേറെ ഒരു ഇമേജ് ഉണ്ടോ? ഇല്ല. 4-ന് വേറെ ഒരു ഇമേജ് ഉണ്ടോ? ഇല്ല. ഇതിനെ നമ്മൾ ഡൊമൈൻ എന്ന് പറയും. ആദ്യത്തെ സെറ്റിനെ ഡൊമൈൻ എന്ന് പറയും. ഇതിനെ കംപ്ലീറ്റ് സെറ്റിനെ കോഡൊമൈൻ എന്ന് പറയും. ഇവിടെ ഇതാണ് ഡൊമൈൻ. കോഡൊമൈൻ 0-1 ആണ്. റേഞ്ച് എന്ന് ചോദിച്ചാൽ 0 മാത്രമേ ഉള്ളൂ. ഈ മൂന്നാമത്തെ ഫംഗ്ഷന് ഇതാണ് ഡൊമൈൻ. ഇത് കംപ്ലീറ്റ് കോഡൊമൈൻ ആണ്. അതിനകത്ത് ഇത് മാത്രം 1, 4, 9, 16 മാത്രമാണ് റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ഫംഗ്ഷൻ എടുക്കാം. ഇതാണ് ഡൊമൈൻ. ഇത് കംപ്ലീറ്റ് സെറ്റ് എന്താണ്? കോഡൊമൈൻ ആണ്. അതിനകത്ത് 0-ഉം 1-ഉം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് റേഞ്ചും ആവും, കോഡൊമൈനും ആവും, റേഞ്ചും ആവും. സോ ഇതാണ് ബേസിക് ആയിട്ടും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രീ ഇമേജ്, പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ഇമേജ് എന്നും പറയും. ഒരു പ്രീ ഇമേജിന് ഒറ്റ ഇമേജ് പാടുള്ളൂ. അത് സെയിം ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രീ ഇമേജിന് ഒരു ഇമേജ്, അതായത് ഒരു പ്രീ ഇമേജിന് 2 ഇമേജ് വരാൻ പാടില്ല. റിലേഷനിൽ അങ്ങനെയൊന്നുമില്ല, ഫംഗ്ഷനിൽ. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ഡൊമൈനിലുള്ള എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡൊമൈനിലുള്ള എല്ലാ എലിമെൻറ്റും ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ അത് ഫംഗ്ഷൻ എന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ റിലേഷനെ പറയത്തുള്ളൂ. സോ നമുക്ക് ഇതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ 4 ടൈപ്പ് ബേസിക്കലി, മൊത്തം 5 എന്ന് പറയാം. 1-1, many to 1, on to, into, bijective. സോ ഇതിന് മറ്റു പേരുകളുണ്ട്, പറയാം. ആദ്യം ഇതെന്തോന്ന് മനസ്സിലാക്കാം. 1-1 ഈ പേരിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ട്? 1-1 ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അതിനൊരു ഇമേജ് ഉണ്ടാവണം. അതായത് ഡിഫറെൻറ്റ് പ്രീ ഇമേജസ് ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ്. വ്യത്യസ്തമായ പ്രീ ഇമേജുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാവണം. പ്രീ ഇമേജസ് സെയിം ആണെങ്കിൽ അത് ഇമേജും സെയിം ആയിരിക്കും. അത് വേറെ രീതി നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. സോ നോക്കിയേ, ഇത് 1-1 ആണ്. 1-ന്റെ 1 പ്രീ ഇമേജ് ആണ്, 2 ആണ് ഇമേജ്. 2 പ്രീ ഇമേജ് ആയപ്പം 4 ആണ് ഇമേജ്. 3 പ്രീ ഇമേജ് ആണെങ്കിൽ 6 ആണ് ഇമേജ്. 4 പ്രീ ഇമേജ് ആണെങ്കിൽ 8 ആണ് ഇമേജ്. സോ പ്രീ ഇമേജസ് മാറിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ ഇമേജസ് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുക. സോ ഇതാണ് 1-1. ഇതിലോട്ട് വന്നാലോ, 1 എന്ന പ്രീ ഇമേജിന്റെ ഇമേജ് എന്തുവാണ്? 0. 2 എന്ന പ്രീ ഇമേജിനും ഇമേജ് 0 തന്നെയാണ്. സോ പ്രീ ഇമേജസ് മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഇമേജ് സെയിം അല്ലയോ? അപ്പോൾ ഇതിനെ 1-1 എന്ന് പറയത്തില്ല, many to 1 പേരിൽ തന്നെ ഉണ്ട്. മെനി പ്രീ ഇമേജസിന് 1 ഇമേജ് വരിക. സോ ഇതെന്തുവാണ്? many to 1. സോ ഇവിടെ നോക്കിയേ, മൂന്നാമത്തെ ഫംഗ്ഷൻ. പ്രീ ഇമേജസ് ഡിഫറെൻ്റ് ആണ്, ഇമേജസും ഡിഫറെൻ്റ് ആണ്. സോ ഡിഫറെൻറ്റ് പ്രീ ഇമേജസ് ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ്. അതിനാണ് 1-1 എന്ന് പറയുന്നത്. സോ ഇതെന്തുവാണ്? 1-1. ഇതോ ഫോർത്ത് ഫംഗ്ഷൻ നോക്കിയേ, 1-ന്റെ ഇമേജ് 1 ആണ്, 3-ന്റെ ഇമേജും 1 ആണ്. അതായത് ഡിഫറെൻറ്റ് പ്രീ ഇമേജസിന് സെയിം ഇമേജ് വന്നു. അപ്പോൾ ഇതെന്തുവാണ്? മെനി ടു 1. ഇപ്പോൾ 2 ഡെഫിനേഷൻ കഴിഞ്ഞില്ലയോ? 1-1 സിമ്പിളാണ്, പക്ഷെ ബേസിക് അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയണം. ഡെഫിനേഷൻ കറക്റ്റായിട്ട് അറിയണം. ഇതാണ് 1-1, many to 1. സോ 1-1 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രീ ഇമേജസ് ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ്. പ്രീ ഇമേജസ് മാറുന്ന അനുസരിച്ച് ഇമേജസും മാറണം. നെക്സ്റ്റ് നമുക്ക് ഓൺ ടു എന്തുവാ, ഇൻ ടു എന്തുവാ എന്ന് നോക്കാം. ഓൺ ടു എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ വെച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, കോഡൊമൈനിലുള്ള എല്ലാ ഇമേജസിനും പ്രീ ഇമേജ് ഉണ്ടാവണം. നമ്മൾ ഓൺ ടു 1-1 many to 1 ഇങ്ങോട്ട് നോക്കി, ഓൺ ടു പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കേണ്ടത്. അതായത് കോഡൊമൈനിലുള്ള എല്ലാ എലിമെൻസിനും എല്ലാ ഇമേജസിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. നോക്കിയേ, 2-ന് പ്രീ ഇമേജ് എന്തുവാ? 1. 4 ഇവിടെ ഡിഫറെൻ്റ് ആവണോ? അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും ഇമേജ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ, പ്രീ ഇമേജ് ഉണ്ടാവണമെന്ന്. 4 എന്ന ഇമേജിന് എന്തുവാണ് പ്രീ ഇമേജ്? 2. 6 എന്ന ഇമേജിന് എന്തുവാണ് പ്രീ ഇമേജ്? 3. 8 എന്ന ഇമേജിന് എന്തുവാണ് പ്രീ ഇമേജ്? 4. സോ ഇതെന്തുവാണ്? ഓൺ ടു ഫംഗ്ഷൻ. ഇവിടെ നോക്കി, 0ക്ക് പ്രീ ഇമേജസ് ഉണ്ട്, പക്ഷെ 1-ന് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. എല്ലാ പ്രീ ഇമേജിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം.
1ന് പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ഇത് 1 2 അല്ല, ഇൻറ്റു ആണ്. 1 2 അല്ലെങ്കിൽ അത് ഇൻറ്റു ആയിരിക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കി F3യിലും നോക്കി 1 എന്ന ഇമേജിന് പ്രീ ഇമേജ് ഉണ്ട് 1, 4 എന്ന ഇമേജിന് പ്രീ ഇമേജ് 2, 9 എന്ന ഇമേജിന് പ്രീ ഇമേജ് 3, 16 എന്ന ഇമേജിൻ്റെ പ്രീ ഇമേജ് 4. പക്ഷെ 25ക്ക് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. 25ക്ക് പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയും? ഓൺ ടു എന്ന് പറയത്തില്ല, ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് നാലാമത്തെ ഫംഗ്ഷൻ നോക്കി 0ക്ക് പ്രീ ഇമേജ് ഉണ്ട്, അത് 2 എണ്ണം ആയിക്കോട്ടെ, കുഴപ്പമില്ല. 1നും പ്രീ ഇമേജസ് ഉണ്ട്, അത് 2 എണ്ണമാണ്, കുഴപ്പമില്ല. സോ എല്ലാ ഇമേജിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഇതെന്തുവാണ്? ഓൺ ടു. സോ ഒന്നുകൂടെ പറയാം, 1 1ഉം മെനി ടു 1ഉം ഒരേ സെൻസിലാണ് എടുക്കേണ്ടത്. പക്ഷേ 1 1 അല്ലെങ്കിൽ അത് മെനി ടു 1 ആയിരിക്കും. 1 1 എന്ന് പറഞ്ഞാൽ എല്ലാ പ്രീ ഇമേജസ്, അതായത് ഡിഫറൻറ്റ് പ്രീ ഇമേജസിന് ഡിഫറൻറ്റ് ഇമേജ് ഉണ്ടാവണം. ഡിഫറൻറ്റ് പ്രീ ഇമേജസിന് ഡിഫറൻറ്റ് ഇമേജസ് ഉണ്ടാവണം. സെയിം വരാൻ പാടില്ല. അതായത് ഡിഫറൻറ്റ് പ്രീ ഇമേജസിന് സെയിം ഇമേജ് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതിനെ മെനി ടു 1 എന്ന് പറയും. ഓൺ ടു എന്ന് പറഞ്ഞാലോ, കോഡൊമൈനിലുള്ള എല്ലാ എലിമെൻറ്റിനും എല്ലാ ഇമേജ് എന്ന് പറയും, ഇമേജിനും ഒരു പ്രീ ഇമേജ് നിർബന്ധമായിട്ടും ഉണ്ടാവും. സോ ഇതാണ് മെനി ടു 1, ഓൺ ടു, ഇൻറ്റു. സോ ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. റീസൺ എന്താണ്? ഡിഫറൻറ്റ് പ്രീ ഇമേജസിന് ഡിഫറൻറ്റ് ഇമേജസ് വന്നു. സിമിലർലി ഓൺ ടു വരാൻ കാരണം എന്തുവാ? കോഡൊമൈനിലുള്ള എല്ലാ ഇമേജിനും ഒരു പ്രീ ഇമേജ് ഉണ്ട്. സോ ഇതിനെ 1 1 എന്നും പറയും, ഓൺ ടു എന്ന് പറയും. അങ്ങനത്തെ ഈ രണ്ട് 1 1ഉം ഓൺ ടു ആയാൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. 1 1ഉം ഓൺ ടു ആയ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഇങ്ങോട്ട് വന്നാലോ, ഇത് ഡിഫറൻറ്റ് പ്രീ ഇമേജസിന് സെയിം ഇമേജ് ആണ് വന്നത്. ഡിഫറൻറ്റ് പ്രീ ഇമേജസിന് സെയിം ഇമേജ്. അങ്ങനെ വരുവാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയും? മെനി ടു 1. നെക്സ്റ്റ് ഇൻറ്റു വരാൻ കാരണം എന്തുവാ? കോഡൊമൈനിലുള്ള എല്ലാ ഇമേജിനും പ്രീ ഇമേജ് ഉണ്ടാവണം. പക്ഷെ 1ന് എന്തോ ഇല്ല, പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് അത് എന്തുവായി? ഇൻറ്റു ആയി. മെനി ടു 1ഉം ഇൻറ്റു ബൈജക്റ്റീവ് ആവത്തില്ല. നെക്സ്റ്റ് ഇതിനകത്തോട്ട് വന്നാൽ 1 1 ആണ്, കാരണം ഡിഫറൻറ്റ് പ്രീ ഇമേജസ് ഹാവ് ഡിഫറൻറ്റ് ഇമേജസ്. സോ 1 1 ആണ്. ഇൻറ്റു ആവാൻ കാരണം എന്തുവാ? ഓൺ ടു ആവാതെ കോഡൊമൈനിലുള്ള എല്ലാ എലിമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞു? കോഡൊമൈനിൽ 25 ഉണ്ട്, 25ന് പ്രീ ഇമേജ് ഇല്ല. നെക്സ്റ്റ് ഇത് നോക്കി, ഇത് 1 1 അല്ല. റീസൺ 1നും 3ക്കും സെയിം ഇമേജ് ആണുള്ളത്, 2നും 4നും സെയിം. അതായത് ഡിഫറൻറ്റ് പ്രീ ഇമേജസ് ഹാവ് സെയിം ഇമേജ്. അങ്ങനെ വന്നാൽ അത് മെനി ടു 1 ആണ്. ഓൺ ടു ആവാൻ കാരണം എന്തുവാ? പ്രീ ഇമേജുകൾക്കെല്ലാം പ്രീ ഇമേജ് ഉണ്ട്. സോ അതുകൊണ്ട് ഓൺ ടു ആവും. സോ ബൈജക്റ്റീവ് ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തോ ആവണം? 1 1 ആവണം, ഓൺ ടു ആവണം. നെക്സ്റ്റ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ പറയാം, ഓൺ ടു ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമുക്ക് ഓൺ ടു ഫംഗ്ഷനിൽ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയാൽ ആ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷനാണ്. കാരണം നോക്കി, രണ്ട് പ്രീ ഇമേജ്, എല്ലാ ഇമേജിനും പ്രീ ഇമേജ് ഉണ്ടാവണം. അതായത് ഇതിനകത്തുള്ളതെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ കോഡൊമൈനിൽ 4 എലിമെൻറ്റ്സ് ഉണ്ട്, 2 4 6 8. റേഞ്ചിലും 4 എലിമെൻറ്റ്സ് ഉണ്ട്, 2 4 6 8. അങ്ങനെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയാൽ ആ ഫംഗ്ഷൻ ഉറപ്പായിട്ട് എന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ. ഞാൻ ബാക്കിയുള്ളതിനെ കുറിച്ച് പറയുന്നില്ല, ഓൺ ടു മാത്രം അങ്ങനെ ഒരു സിമ്പിൾ ഇതുണ്ട്. അതായത് നമുക്ക് ഫംഗ്ഷനെ അവർ പറയുവാണ്, ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ, അതായത് കോഡൊമൈൻ ഈസ് ഈക്വൽ ടു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ നോക്കേണ്ട, ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. അല്ലേ? ഇത് ഓൺ ടു അല്ല. റീസൺ നോക്കി, കോഡൊമൈൻ 0 മാത്രമേ ഉള്ളൂ, റേഞ്ചോ കോഡൊമൈൻ 0യും 1ഉം ആണ്. കോഡൊമൈൻ 0യും 1ഉം ആണ്, റേഞ്ച് 0 മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കി, കോഡൊമൈനും റേഞ്ച് ഈക്വൽ അല്ല. റീസൺ, കോഡൊമൈനിൽ 1 4 9 16 25 ഉണ്ട്, റേഞ്ചിലോ 1 4 9 16 4 ഉള്ളൂ. സോ കോഡൊമൈനും റേഞ്ച് ഇവിടെ ഈക്വൽ അല്ല. ഇവിടെ നോക്കി, കോഡൊമൈനിൽ 0 1 ഉണ്ട്, റേഞ്ചിലും 0 1 ഉണ്ട്. സോ അതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ. കാരണം കോഡൊമൈൻ റേഞ്ചും ഈക്വൽ ആണ്. സോ 1 1 മെനി ടു 1, ഓൺ ടു ഇൻറ്റു. 1 1 ആയില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും മെനി ടു 1 ആയിരിക്കും, ഓൺ ടു ആയില്ലെങ്കിൽ അത് ഇൻറ്റു. സോ നമുക്ക് മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി.
1 അല്ലെങ്കിൽ അതിനെ എന്ത് എഴുതിയാൽ മതി, മെനി ടു 1 അങ്ങ് എഴുതിയാൽ മതി. ഓൺ ടു അല്ലെന്ന് ഉറപ്പിച്ചാൽ ഇൻ ടു അങ്ങ് എഴുതിയാൽ മതി. ബൈജക്റ്റീവ് ആവണമെങ്കിൽ ഫംഗ്ഷൻ 1 1 ആവണം, ഓൺ ടു ആവണം. ഈ രണ്ടും ആയാലേ ആവത്തുള്ളൂ. സോ നമുക്ക് ഡെഫിനേഷനിലോട്ട് പോവാം. അതിന് മറ്റൊരു പേരുണ്ട്, ഇൻജക്റ്റീവ് എന്ന് പറയും. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ എന്ന് പറഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷൻ എടുത്താൽ ഇവിടുന്ന് ആര് തമ്മിൽ, ഏത് രണ്ട് സെറ്റ് തമ്മിലാണ്, എക്സ് എന്നൊരു സെറ്റും വൈ എന്നൊരു സെറ്റും, രണ്ട് സെറ്റ് എടുത്താൽ ഇതാണ് ഡൊമൈൻ, ഇത് കോഡൊമൈൻ. is said to be 1 1 is said to be 1 1 if the images of distinct means different, yes sir, distinct elements of x under f is distinct. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. എഫ് എന്നൊരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്താണ്, എക്സ് ടു വൈ, എക്സ് കോഡൊമൈന്, വൈ ഡൊമൈൻ. അതായത് എക്സിലുള്ളതാണ് നമ്മൾ പ്രീ ഇമേജസ് ആയിട്ട് എടുക്കുന്നത്, വൈയിലുള്ളത് കിട്ടുന്നതായിരിക്കും ഇമേജസ്. അത് 1 1 ആവണമെങ്കിൽ ഇതാണ് ഇമേജസ് ഓഫ് ഡിസ്റ്റിൻറ്റ് എലിമെന്റ് അണ്ടർ എഫ് ഈസ് ഡിസ്റ്റിൻറ്റ്. അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രീ ഇമേജസ് എടുത്താൽ ഇമേജസും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ. രണ്ട് എലിമെന്റ് എടുക്കും, x1, x2. എവിടെ നിന്ന് എടുക്കണം, ഡൊമൈനിൽ നിന്ന്. ലെറ്റ് x1, x2 ബിലോങ്സ് ടു x. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ f of x1 is equal to f of x2 implies അതെന്താണ് ഇവിടെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈക്വൽ എടുത്തെന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് പ്രീ ഇമേജസിന് ഡിഫറെൻറ്റ് ഇമേജസ് വരണം എന്ന് പറഞ്ഞാൽ തിരിച്ചു നോക്കിയേ, സെയിം പ്രീ ഇമേജസിന് സെയിം ഇമേജ് വരും. സോ ഇമേജസ് സെയിം ആണെങ്കിൽ പ്രീ ഇമേജും സെയിം ആവണം. ഇമേജസ് ഡിഫറെൻ്റ് ആണെങ്കിൽ പ്രീ ഇമേജും ഡിഫറെൻ്റ് ആവണം. സോ ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് എടുക്കുന്നതിന് പകരം എന്തെടുക്കും, ഞാൻ ഇമേജ് സെയിം ആണെന്ന് എടുത്തു. അപ്പോൾ പ്രീ ഇമേജ് എന്തോ ആയിരിക്കണം, സെയിം ആയാൽ ആ ഫംഗ്ഷൻ എന്തോ ആയിരിക്കും, 1 1 ആയിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യാൻ എടുക്കുന്ന ഓപ്ഷൻ. സോ ഇതിനകത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷന് x1 എന്ന പ്രീ ഇമേജ് കൊടുത്തപ്പോൾ എഫ് എന്ന ഫംഗ്ഷന് x1 എന്ന പ്രീ ഇമേജ് കൊടുത്തപ്പോൾ കിട്ടിയ ഈ എഫ് ഓഫ് x1നെയാണ് ഞാൻ എന്ത് പറയുന്നത്, ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയറാണ്? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എഫ് എന്നൊരു ഫംഗ്ഷനിലോട്ട് ഞാൻ കൊടുത്തത് എന്താണ്, പ്രീ ഇമേജ് 2. അപ്പോൾ കിട്ടുന്നതാണ് എഫ് ഓഫ് 2. അതിൻ്റെ വാല്യൂ വേറെ ആവാം, കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x. എൻ്റെ അർത്ഥം എന്താണ്, ഫംഗ്ഷൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതിനെ ഇരട്ടിയാക്കും, ഡബിൾ ആക്കും. നിങ്ങൾ എന്ത് കൊടുത്താലും അത് ഡബിൾ ആക്കും. സോ ഇവിടെ നിങ്ങൾ എന്തോ കൊടുത്തത്, 2 കൊടുത്തപ്പോൾ എന്തോ ആക്കി തന്നു, 4. സോ 2 പ്രീ ഇമേജ് ആണ്, എഫ് ഓഫ് 2 എന്തോ ആണ്, ഇമേജ് ആണ്. ആ ഇമേജിൻ്റെ വാല്യൂ 4 ആവാം. സോ റിപ്രസെൻറ്റേഷൻ മനസ്സിലാക്കുക. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എഫ് എന്നൊരു ഫംഗ്ഷന് 2 എന്നൊരു പ്രീ ഇമേജ് കൊടുത്തപ്പോൾ കിട്ടിയതാണ് എഫ് ഓഫ് 2. അതിന് നമ്മൾ എന്ത് പറയണം, എഫ് ഓഫ് 2 എപ്പോഴും ഇമേജ് ആയിരിക്കും. അതിനകത്ത് 2 പ്രീ ഇമേജ്, ഇതിൻ്റെ വാല്യൂ 4 ആവും. സോ പ്രോസസ്സ് ഇതാണ്. അതിൻ്റെ പ്രോസസ്സ് ഈ ഫംഗ്ഷൻ്റെ പ്രവൃത്തി എന്തുവാണ്,
ഞാൻ എന്ത് കൊടുത്താലും അത് എന്ത് ചെയ്യണം, ഡബിൾ ആക്കണം. എഫ് ഓഫ് 3 ആണെങ്കിലോ അതേ ഫംഗ്ഷന് ഞാൻ കൊടുക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് എന്ന ഫംഗ്ഷന് 3 കൊടുക്കണം. എഫ് എന്ന ഫംഗ്ഷൻ 3 കൊടുക്കണം. 3 പ്രീ ഇമേജ് കൊടുത്താൽ അത് റിസൾട്ട് എന്ത് വരും, 6. 3 കൊടുത്തു, ഡബിൾ ആക്കണ്ടേ, 3 × 2 6. സോ 3 ഈസ് ദ പ്രീ ഇമേജ്, എഫ് ഓഫ് 3 ഈസ് ദ ഇമേജ്. അതിൻ്റെ വാല്യൂ എന്താണ്, 6 ആണ്. സോ ഇവിടെ നോക്കിയേ, എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അതിൻ്റെ അർത്ഥം ഇമേജസ് എല്ലാം f of x1 is equal to f of x2 എന്ന് പറഞ്ഞാൽ ഇമേജസ് സെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രീ ഇമേജ് എന്താണ്, സെയിം ആവും. സോ ഫോർ എക്സാമ്പിൾ ഇമേജസ് സെയിം ആയിട്ട് എടുത്തു, പക്ഷെ പ്രീ ഇമേജ് ഡിഫറെൻ്റ് ആണെങ്കിലോ അതിന് 1 1 പറയത്തില്ല, മെനി 2 1 പറയും. സോ ഇതാണ് ഡെഫിനേഷൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം x to y is said to be 1 1. അത് 1 1 ആവണമെങ്കിൽ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആവണമെങ്കിൽ ഇമേജസ് ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് അണ്ടർ എഫ് ആർ ഡിഫറെൻറ്റ്. അതായത് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് എടുത്താൽ കിട്ടുന്ന ഇമേജസും ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്, 2 എലിമെൻറ്റ് ഡൊമൈനിൽ നിന്ന് എടുക്കണം. 2 എലിമെൻറ്റ് x1 x2 2 എലിമെൻറ്റ് ഞാൻ എവിടെ നിന്ന് എടുത്തു, ഡൊമൈനിൽ നിന്ന് എടുത്തു.